തമിഴ്നാട്ടിൽ കമ്പക്കെട്ടിന് പോയതാ ഞാനും ആശാനും. കമ്പം പൊട്ടി തെറിക്കുന്നതിന് പകരം ആശാൻ അവിടെ നിന്നങ്ങ് പൊട്ടിത്തെറിച്ചു. അവസാനം ഈ കലത്തിലുമായി. ഇതിപ്പോ ചേച്ചി കാണുമ്പോ എങ്ങനെ സഹിക്കുമോ? ചേച്ചിയെ, ഹൃദയകുമാരി ചേച്ചി, അയ്യോ! ആഹാ, എവര് പെരക്കകത്ത് നോട്ട പിടിച്ചോണ്ടാ വരുന്നത്. എനിക്കൊന്നും കാണാൻ വയ്യേ, എനിക്കൊന്നും കാണാൻ വയ്യേ. അയ്യോ, കണ്ണു അടച്ചോണ്ട് വന്നാ വല്ലതും കാണാൻ പറ്റുമോ? ഇല്ല. കണ്ണു പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്ക്. അയ്യോ, ആരാടാ എന്റെ വീടിന്റെ മുന്നിൽ കോടക്കലം കൊണ്ട് കെട്ടി വെച്ചേക്കുന്നത്? കലം കെട്ടി വെച്ചേക്കുന്നത് എടാ, ഈ ചാരാക്കലം ഇവിടെ കൊണ്ട് കെട്ടി വെച്ചേക്കുന്ന ആരാണ്? അയ്യോ, ഇത് ചാരായക്കല കൊണ്ട് കെട്ടി വെച്ചേക്കുമല്ല. പിന്നെ തമിഴ്നാട്ടിൽ കമ്പക്കെട്ടിന് പോയില്ലായിരുന്നോ ചേച്ചിയുടെ ഭർത്താവ്? അണ്ണനെ തൂത്തുവാരിക്കൊണ്ട് വെച്ചേക്കുവാ. അയ്യോ, എന്റെ ഗോപാലണ്ണ, തമിഴ്നാട്ടിൽ കമ്പക്കെട്ടും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്ക് കലം ബിരിയാണി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ മനുഷ്യനാ ദേണ്ടേ കലത്തിനകത്ത് കയറി വന്നേക്കുന്നു. നീ ഒറ്റ ഒരുത്തനിലൂടെ എന്റെ അണ്ണനെ കൊണ്ട് ചതിച്ചു പോകുന്നത്. ഞാനോ? ചേച്ചി പന്നക്കാരും പറയല്ലോ. ഞാനുള്ളതുകൊണ്ട് അണ്ണന്റെ ജാരമെങ്കിലും കിട്ടി. ഇല്ലായിരുന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടുകാര് പച്ചക്കറിക്ക് വളവിട്ടേനെ ഈ സാധനം. അതെന്തായാലും നന്നായി. അതെന്തുവാ? അല്ലെങ്കിൽ അളിഞ്ഞ പച്ചക്കറി തിന്നേണ്ടി വന്നത്. പിന്നെ മോനെ, ഞാൻ എങ്ങനെ കരയൂടാ, എങ്ങനെ കരയും? ചേച്ചി തുമ്പ ഇറങ്ങി വന്നപ്പോ ഒന്ന് കരഞ്ഞില്ലായിരുന്നു? സൂപ്പർ കരച്ചില്ലായിരുന്നു? അതുപോലെ അങ്ങ് കീച്ചിക്കോട്. അതല്ലെന്ന്. പിന്നെ എടാ, നാളെ ഈ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഗോപാലണ്ണനെ കാണാനായിട്ട് ഇങ്ങോട്ട് വരും. അവര് വരുമ്പോ ഞാൻ എന്തോത്തെ കെട്ടിപ്പിടിച്ചിരുന്ന കരയും. അതുകൊണ്ട് ആ സ്റ്റെപ്പിന്റെ മണ്ടയ്ക്ക് മണ്ട അടച്ചൊരു തെങ്ങ് നിൽക്കുന്നതാണ്. അതേ പോയി കെട്ടിപ്പിടിച്ച് കയറാം. പിന്നെ എടാ മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് എന്റെ അണ്ണന്റെ മുഖം അവസാനമായിട്ടൊന്ന് കാണണമെന്നുണ്ടടാ. ചേച്ചി മുഖത്തിന്റെ കാര്യം മാത്രം സംസാരിക്കല്ലോ. തമിഴ്നാട്ടിൽ ചെന്ന് ഗുണ്ട് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞപ്പം അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരനോട് ഞാൻ ചോദിച്ചു, എന്റെ ഏമാനെ, എന്റെ സാറിന്റെ, എന്റെ ആശാന്റെ മുഖം എനിക്കൊന്ന് കാണണമെന്ന്. ആ പോലീസുകാരൻ എന്നോട് തമിഴിൽ പറയുക, തമ്പി ഉങ്ക അണ്ണ ഗുണ്ട് പൊട്ടി മൂഞ്ചി പോയെന്ന്. അയ്യോ, എനിക്ക് എന്റെ അണ്ണനെ കാണണേ, കാണണേ. അണ്ണന്റെ കണകണേ, കണകണേ അല്ലെന്ന്, എനിക്ക് എന്റെ അണ്ണനെ കാണണമെന്ന്. അയ്യോടാ, ദേണ്ടേ എന്റെ അണ്ണൻ ആകാശത്ത് വന്ന് എന്നെ നോക്കി ചിരിച്ചോണ്ട് നിക്കുന്നു. ഒന്ന് പോയേച്ചി, എന്നിട്ട് ഞാൻ നോക്കിട്ട് കാണുന്നില്ല. നിനക്ക് കാണാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ആണോ? ചേച്ചി, എന്നാ അണ്ണനോട് ഒരു കാര്യം ചോദിക്കാമോ? എനിക്ക് തരാനുള്ള ബാക്കി പണി പൈസ എപ്പ തരുമെന്ന്. അയ്യോ, അത് പറഞ്ഞപ്പോ അണ്ണൻ മേഘത്തിനിടയ്ക്കോട്ട് കയറി പോകും. പുള്ളി പണ്ടേ അങ്ങനെ ഈ പണി പൈസ ചോദിക്കുമ്പോ എന്തിന്റെ ഇടയ്ക്കിട്ട് കയറി അങ്ങ് പൊക്കോളും. പിന്നെ ചേച്ചി, അണ്ണനെ പൊട്ടിക്കണ്ടേ? അണ്ണനെ പൊട്ടിക്കാനോ? ഇത്രയും പൊട്ടിച്ചത് പോരാ, ഇനിയും പൊട്ടിക്കണോ? അയ്യോ, അതല്ലെന്ന്, നമുക്ക് അണ്ണന്റെ ആണോ നോക്കണ്ടേ? നോക്കണം, നോക്കണം. ഭയങ്കര ഉറുമ്പാന്നല്ലേ ഇതിനകത്ത്? എങ്ങനെ ഉറുമ്പ് വരാതിരിക്കും? എടാ, അണ്ണന് പണ്ട് മുതലേ പഞ്ചസാരയുടെ അസുഖമുള്ളല്ലേ? ചേച്ചി, അണ്ണന്റെ നട്ടല് കിടക്കുന്നു. അയ്യോ, ഇത് എന്റെ അണ്ണന്റെ അല്ല. അതാ പറഞ്ഞ അണ്ണന്റെ എല്ലാം നട്ടല്ലെന്ന്. അതല്ലെന്ന്, എന്റെ അണ്ണന് നട്ടലില്ല. ഒരു നട്ടലില്ലാത്തവനാടാ എന്റെ കെട്ടിയോ. അയ്യോ, അല്ല, അതിന് നീ എന്തിനാ കരയുന്നേ? ഇത്ര നാളും ഒരു നട്ടലില്ലാത്തവനായിരുന്നോ ഞാൻ? ആശാനെ വിളിച്ചോണ്ട് നടന്നത്. അല്ല, അതൊക്കെ പോട്ട്, ഇതിപ്പോ ദഹിപ്പിക്കാൻ കൊണ്ടുപോണ്ടേ? ദഹിപ്പിക്കാനോ? എടാ, വയറ്റ് പിടിക്കാത്തണ്ട് കഴിച്ചിട്ട് കിടക്കുമെന്നോ ദഹിപ്പിക്കാൻ? അയ്യോ, അതല്ലെന്ന്. പിന്നെ അടക്കണ്ടേ? അയ്യോ, അടച്ചു വെച്ചേര്. അല്ല, വല്ല പട്ടിയെ പൂച്ചയോ കാക്ക എടുത്തോണ്ട് അങ്ങ് അടച്ചു വെച്ചേര്. എന്റെ പൊന്നി ചേച്ചി, ഈ സാധനം ഇവിടുന്ന് എടുത്തോണ്ട് അടക്കുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. അയ്യോ, അടക്കണ്ട, നാണക്കേടാ. അതിന് മാത്രം ഒന്നുമില്ല. വേണ്ട, ആ കാണുന്ന 4 മണിച്ചെടി കണ്ടോ? അതിനെ വളവാട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതെന്തായാലും ഇപ്പൊ പറ്റത്തില്ല. അതെന്താ? 2 മണി ആയതല്ലേ ഉള്ളൂ, 4 മണിയാവട്ടെ. അല്ലെങ്കിൽ ചേച്ചി, നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മുടെ കുളിക്കടവിൽ കണ്ട് നമുക്ക് ഒഴുക്കി വിടാം. കുളിക്കടവിൽ കൊണ്ട് ഒഴുക്കി വിടാം. എടാ, പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവാണോ ഇത്? ഞാൻ അവിടെ കൊണ്ട് ഒഴുക്കി വിട്ടാ ഒഴുകി പോകത്തില്ല, അവരെവിടെയും കിടക്കത്തേ ഉള്ളൂ. പിന്നെ എന്തായാലും അണ്ണൻ പോയി, നാട്ടുകാർക്ക് കാണാനായിട്ടൊന്നുമില്ല. അണ്ണന്റെ ഒരു ഫ്ലെക്സ് അടിച്ച് ഇവിടെ വെക്കണം എന്ന് പറഞ്ഞിട്ട് നീ വെച്ചോ? അയ്യോ, ഫ്ലെക്സ് അടിച്ചോന്നു ഒരു 10-150 തവണ ചേച്ചിയെ വിളിച്ചായിരുന്നു. അണ്ണന്റെ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്താന്ന്. അവസാനം അണ്ണന്റെ ഫോട്ടോ കിട്ടാഞ്ഞിട്ട് അണ്ണന്റെ ഇപ്പോഴത്തെ ഫിഗർ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഞാനൊരു ഫ്ലെക്സ് അങ്ങ് അടിച്ച്. അതിന്റെ അണ്ണനെ ഒന്ന് കണ്ടിട്ടാ കൺകുളിർക്കെ. ചേച്ചി നോക്ക, എവിടെ കൊണ്ട് കെട്ടണം നോക്ക. എടുത്തോണ്ട് പോടാ, ഇവിടെ നിന്ന് കെട്ടണ്ട, എടുത്തോണ്ട് പോ. അയ്യോ, പിന്നെ എവിടെ കൊണ്ട് കെട്ടും? എടാ, ഇത് ഇവിടെ അല്ലേ കെട്ടണ്ടേ? പിന്നെ ആ ജംഗ്ഷനിൽ ട്രാൻസ്ഫോമർ ഇരിക്കുന്നില്ലേ, ആ ട്രാൻസ്ഫോമറെ കൊണ്ടത് കെട്ട്. അല്ല, എവിടെ പോകുന്നു? ട്രാൻസ്ഫോമറെ കൊണ്ട് കെട്ടാൻ? അയ്യോ, എടാ കുരു പിടിച്ചവനെ, ഇതാ ട്രാൻസ്ഫോമറെ കൊണ്ട് കെട്ടിയിട്ട് വേണം ട്രാൻസ്ഫോമറും പൊട്ടിത്തെറിച്ച് ഈ പഞ്ചായത്തിലെ കറണ്ട് മൊത്തം പോകാൻ. എനിക്കാണ് ഇരുട്ട് പേടിയാ. ഇരുട്ട് പേടിയാന്നോ? എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാ. ഭയങ്കര പേടിയാന്നോ? ചേച്ചിയെ, വലിയ കമ്പക്കാരനൊന്നും അല്ലെങ്കിലും ചെറിയൊരു പൂത്തിരിയൊക്കെ ഞാനും കത്തിക്കും. ആ വെട്ടത്തിൽ നമുക്കങ്ങ് ഇരുന്നാലോ? എടാ